അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വആലി കുല്ലി വസ്സഹാബത്തി അജ്മഈൻ. അമ്മാ ബഅദ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സലാസു ദഅവാത്തിൻ മുസ്തജാബാത്ത് ലാ ശക്ക ഫീഹിന്ന ദഅവത്തുൽ മദ്ലൂം വദഅവത്തുൽ മുസാഫിർ വദഅവത്തുൽ വാലിദി അലാ വലദി. സ്വദക്ക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദര സഹോദരിമാർ, ദുററിൻ്റെ പ്രഭാഷണങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന മുഅ്മിനീങ്ങളെ, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അതിമഹത്തരമായ മനുഷ്യ വംശത്തിനോട് ഒന്നാകെ പറയുന്ന അതിപ്രധാനപ്പെട്ട ഒരു നിർദ്ദേശമാണ് ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. മഹാനായ ഇമാം തൊബറാനി റളിയല്ലാഹു അൻഹു അവിടുത്തെ കിതാബിൽ രേഖപ്പെടുത്തുകയും അതുപോലെ ഇബ്നു ഹജറിൽ അസ്കലാനി തങ്ങൾ അവിടുത്തെ ഇത്ഹാഫുൽ മഹറയിൽ കൊണ്ടുവരികയും ചെയ്ത ഒരു ഹദീസാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ആദ്യമായി നമുക്ക് ആ ഹദീസിൻ്റെ ചെറിയൊരു ആശയം പഠിക്കാം. സലാസു ദഅവാത്തിൻ മുസ്തജാബാത്ത് ലാ ശക്ക ഫീഹിന്ന. മൂന്നാളുകളുടെ ദുആ ഒരു സംശയവും വേണ്ട, അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുത്തരം നൽകും എന്നാണ് പഠിപ്പിക്കുന്നത്. ഏതൊക്കെയാണ് ആ മൂന്നാളുകൾ? ദഅവത്തുൽ മദ്ലൂം, മർദ്ദിതൻ്റെ പ്രാർത്ഥന, ആക്രമിക്കപ്പെട്ട ഒരാളുടെ പ്രാർത്ഥന. അതുപോലെ വദഅവത്തുൽ മുസാഫിർ, യാത്രക്കാരൻ്റെ പ്രാർത്ഥന. വദഅവത്തുൽ വാലിദി അലാ വലദിഹി, മാതാപിതാക്കൾ മക്കളുടെ മേൽ നടത്തുന്ന പ്രാർത്ഥന. ഈ മൂന്നാളുകളുടെ പ്രാർത്ഥനയ്ക്ക് അല്ലാഹു തആല തീർച്ചയായും ഉത്തരം നൽകും എന്നാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മർദ്ദിതരായ ആളുകളുടെ, ആക്രമിക്കപ്പെട്ട ആളുകളുടെ പ്രാർത്ഥനയാണ്. കാരണം ഈ ഹദീസിന് പുറമെ ഒരുപാട് ഹദീസുകളിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മർദ്ദിതരുടെ പ്രാർത്ഥന നിങ്ങൾ സൂക്ഷിക്കണേ എന്നാശയം വരുന്ന ധാരാളം ഹദീസുകൾ പറയുന്നുണ്ട്. മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അവിടുത്തെ സ്വഹീഹിൻ്റെ 1496 ഹദീസായി കൊണ്ടുവരുന്ന ഒരു സംഭവമുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബി പ്രമുഖരായ മഹാനായ മുആദ് റളിയല്ലാഹു അൻഹുവിനോട് യമനിലേക്ക് ഇസ്ലാം പഠിപ്പിച്ചു കൊടുക്കുന്നതിന് വേണ്ടി, ഇസ്ലാമിൻ്റെ പ്രചരണത്തിന് വേണ്ടിയിട്ട് പറഞ്ഞയക്കുന്ന സമയത്ത് കുറച്ച് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു, ഓ മുആദേ, നീ അവിടെ ചെന്നു കഴിഞ്ഞാൽ അവിടെയുള്ള ആളുകളോട് സക്കാത്ത് നിർബന്ധമാക്കിയ വിഷയം ഒന്നറിയിച്ചു കൊടുക്കണം. സക്കാത്തിന് അർഹമായ ആളുകൾ അവിടെ ഉണ്ടെങ്കിൽ അവരോട് നിർബന്ധമായിട്ടും സാധുക്കളായ ആളുകൾക്ക് സക്കാത്ത് കൊടുക്കാൻ പറയണം. ആ സക്കാത്തിന് അർഹമായ ആളുകളിൽ നിന്ന് സക്കാത്തിൻ്റെ മുതൽ നീ കൈവശപ്പെടുത്തുന്ന സമയത്ത് ഒരിക്കലും അവരുടെ മുതലിൽ നിന്ന് ഏറ്റവും മൂല്യമുള്ളതിനെ പിടിച്ചു വാങ്ങരുത്. അതുപോലെ തന്നെ അവരുടെ മൃഗങ്ങളിൽ നിന്നെല്ലാം ഏറ്റവും മുന്തിയതിനെ സാധുക്കൾക്ക് കൊടുക്കുന്നതിന് വേണ്ടി നീ കൈവശപ്പെടുത്തരുത്. എന്നിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, വത്തഖി ദഅവത്തൽ മദ്ലൂം, ആക്രമിക്കപ്പെട്ട ആളുടെ പ്രാർത്ഥന അല്ലാഹു തആല കേൾക്കും. കാരണം ഫഇന്നഹു ലൈസ ബൈനഹു വബൈനല്ലാഹി തആല ഹിജാബ്, അവൻ്റെയും അള്ളാഹുവിൻ്റെയും ഇടയിൽ യാതൊരു മറയുമില്ല എന്നാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഇതെവിടെയാണ് എന്ന് നോക്കണം. ഇസ്ലാമിൽ നിർബന്ധമായ സക്കാത്ത്, ആ സക്കാത്ത് അതിൻ്റെ അർഹരിൽ നിന്ന് വാങ്ങുമ്പോൾ പോലും അവരെ പ്രയാസപ്പെടുത്തുന്ന രൂപത്തിൽ അവരുടെ മുതലിൽ നിന്ന് ഏറ്റവും മൂല്യമുള്ളത് കൈവശപ്പെടുത്തി അവരുടെ മൃഗങ്ങളിൽ നിന്ന് ഏറ്റവും മുന്തിയതിനെ അവരിൽ നിന്ന് വാങ്ങിയിട്ട് അവരുടെ മനസ്സിനെ പ്രയാസപ്പെടുത്തുന്ന ഒരവസ്ഥ നിന്നിലുണ്ടാകരുത്.
ആര് പ്രയാസപ്പെടുകയാണെങ്കിലും ആക്രമിക്കപ്പെടുകയാണെങ്കിലും അവൻ അള്ളാഹുവിനോട് ദുആ ചെയ്തു കഴിഞ്ഞാൽ ആ ദുആ അള്ളാഹു തആല സ്വീകരിക്കും എന്നാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുആദ് റളിയല്ലാഹു അൻഹുവിനോട് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് മുആദേ, നീ ഒരിക്കലും അവരെ പ്രയാസപ്പെടുത്തുന്ന ഒരവസ്ഥ നിന്നിൽ നിന്ന് ഉണ്ടാകരുത് എന്ന് മുത്തുനബി തങ്ങൾ നിർദ്ദേശം കൊടുക്കുകയാണ്. ഈ ഹദീസ് മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു മർദിതൻ്റെ പ്രാർത്ഥനയെ പേടിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യണേ എന്ന് പറയുന്ന ഒരു അധ്യായത്തിൽ 2448 ഹദീസായിട്ടും സ്വഹീഹുൽ ബുഖാരിയിൽ കൊണ്ടുവരുന്നുണ്ട്. അത്രയും പ്രാധാന്യത്തോടുകൂടെ നാം കാണേണ്ട ഒന്നാണ് മർദിതരുടെ പ്രാർത്ഥന. ഇതോടൊപ്പം നാം ചേർത്ത് മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ കൂടെയുണ്ട്. ചില ഹദീസുകളിൽ കാണാം, ദഅവത്തുൽ മദ്ലൂമി മുസ്തജാബ വ ഇൻ കാന ഫാജിറൻ. ആക്രമിക്കപ്പെട്ടവൻ്റെ പ്രാർത്ഥന അല്ലാഹു തആല സ്വീകരിക്കും. വ ഇൻ കാന ഫാജിറൻ, അവൻ തെമ്മാടിയാണെങ്കിൽ പോലും. ഒരു തെമ്മാടിയെയാണ് നിങ്ങൾ ആക്രമിക്കുന്നത് എങ്കിൽ ആ തെമ്മാടിയായ മനുഷ്യൻ അവൻ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, അവനിക്ക് വന്ന പ്രയാസം കാരണം അള്ളാഹുവിനോട് ദുആ ചെയ്താൽ അള്ളാഹു തആല അത് സ്വീകരിക്കുമെന്നാണ് മുത്തുനബി തങ്ങൾ പഠിപ്പിക്കുന്നത്. അതുപോലെ വ ഇൻ കാന കാഫിറൻ എന്ന് മറ്റൊരു റിവായത്തിൽ കാണാം, കാഫിറായ ആളാണെങ്കിൽ പോലും അവരെ ആക്രമിക്കരുത് എന്നാണ് മുത്തുനബി തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ ആക്രമിക്കുന്ന ഒരവസ്ഥ ഒരിക്കലും നമ്മിൽ നിന്നുണ്ടാകരുത്. ഒരാളെയും നാം ആക്രമിക്കാൻ പാടില്ല. കാരണം ഒരാളെ ആക്രമിച്ചു കഴിഞ്ഞാൽ, അയാൾ നമുക്കെതിരെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ പ്രാർത്ഥനയ്ക്ക് അല്ലാഹു തആല ഉത്തരം നൽകും എന്നുള്ളത് ഈ ഹദീസിലൂടെ നാം മനസ്സിലാക്കണം. ഇന്നത്തെ നമ്മുടെ വർത്തമാനകാലം ഒന്നെടുത്ത് പരിശോധിച്ചു നോക്കൂ. എത്രയാണ് അക്രമങ്ങളും അനീതികളും നടന്നുകൊണ്ടിരിക്കുന്നത്. രാജ്യങ്ങൾ തമ്മിൽ പരസ്പരം പോരടിച്ചു കൊണ്ടിരിക്കുകയല്ലേ. ഇസ്രായേലും ഫലസ്തീനുമൊക്കെ ഉദാഹരണങ്ങളാണ്. അതുപോലെ റഷ്യയെ പോലത്തെ അമേരിക്കയെ പോലത്തെ വലിയ വലിയ രാജ്യങ്ങൾ ചെറിയ രാജ്യങ്ങൾ ആക്രമിച്ചു കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഭരണകൂടങ്ങൾ അവരുടെ ഭരണീയരെ വളരെയേറെ പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകൾ. നിരപരാധികളായ ആളുകളെ ജയിലിലിട്ടും മറ്റും ഒരു വിചാരണക്ക് പോലും അവസരം കൊടുക്കാതെ പ്രയാസപ്പെടുത്തി പീഡിപ്പിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥകൾ. അവരുടെ കുടുംബമൊക്കെ വീട്ടിൽ കണ്ണീരൊലിപ്പിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ പാവപ്പെട്ട ദുർബലരായ സ്ത്രീകൾ ചെറിയ നിസാരമായ കാര്യങ്ങൾക്ക് വേണ്ടി ക്രൂരമായ ഭർത്താക്കന്മാരുടെ പീഡനങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുന്ന കാഴ്ചകൾ ഇന്ന് സർവ്വസാധാരണമാണ്. അതുപോലെ വീടുകളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളെ കഠിനമായ ജോലികൾ ചെയ്യിപ്പിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല, നിരന്തരം അവരെ പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന കഠിന ഹൃദയരായ മുതലാളിമാരെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് ഒരു മനുഷ്യരോട് മാത്രമല്ല, മൃഗങ്ങളോടും ഇത്തരത്തിലുള്ള ഒരുപാട് പ്രയാസപ്പെടുത്തലുകളിലൂടെ അക്രമങ്ങളിലൂടെ സഹവസിക്കുന്ന ആളുകളുണ്ട്. സോഷ്യൽ മീഡിയയിലൊക്കെ നാം കണ്ടതല്ലേ, ഒരു നായയെ ബൈക്കിൽ കെട്ടി വലിച്ചിഴച്ചു കൊണ്ടുപോകുന്നത്. ഇവരൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അള്ളാഹുവിൻ്റെ കോടതി വരാനുണ്ട് എന്നുള്ളതാണ്. ഇത്തരം പീഡനങ്ങൾക്ക് വിധേയമായിട്ടുള്ള ആളുകളൊക്കെ അവർക്ക് അവസാന അവലംബം അള്ളാഹുവാണ്. അള്ളാഹുവിനോട് മനസ്സുരുകി അവരൊന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അള്ളാഹു തആല ആ ദുആക്ക് ഉത്തരം ചെയ്യും എന്ന് ഈ ഹദീസിലൂടെ നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം എല്ലാവരും വളരെയേറെ സന്തോഷത്തിലും പരസ്പരം ഐക്യത്തിലും ആരെയും പ്രയാസപ്പെടുത്താത്ത രൂപത്തിൽ ജീവിതം മുന്നോട്ട് നയിക്കണം. ഒരക്രമവുമില്ലാത്ത സമൂഹത്തെ വാർത്തെടുക്കാൻ നമുക്കെല്ലാവർക്കും കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ അത് പഠിക്കാനും പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കാനും നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഓർമ്മപ്പെടുത്തി വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.